PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി LGS മെയിൻസ് ആയിക്കോട്ടെ, LSGS ആയിക്കോട്ടെ, CPO എക്സാം ആയിക്കോട്ടെ, എല്ലാ PSC പരീക്ഷകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട റാങ്ക് നിർണ്ണയിക്കാവുന്ന ഭാഗം എന്ന് പറയാവുന്നതാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിലൂടെ PSC ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ നൽകി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കാലത്ത് 6 മണിക്കാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ട് പ്രയോജനപ്പെടുത്തുക. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും PSC പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യാൻ പാകത്തിന് റിലേറ്റഡ് ഫാക്ട്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചേക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ടോപ്പിക്കിനും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് വേണം. കറണ്ട് അഫയേഴ്സിനും ഒരു നോട്ട്ബുക്ക് കരുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ട്ബുക്കിൽ ഈ ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് എഴുതി വയ്ക്കുക കേട്ടോ, പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ലൈവ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാലോ, ലൈവ് ക്ലാസ് രാത്രി 8 മണിക്കാണ്. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമ്മൾ ലൈവ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ PYQ ഡിസ്കഷൻ ആണ് കേട്ടോ ചെയ്യുന്നത്. 2021, 22, 23 വർഷങ്ങളിലായിട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സീരീസ് ആയിട്ട്. അപ്പോൾ അതെല്ലാവരും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് കേട്ടോ. അതായത് ഇപ്പോൾ PSC ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളുടെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതും എല്ലാവരും കാണുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേ. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഏഷ്യൻ നൊബേൽ എന്ന് വിശേഷണമുള്ള മക്സസെ പുരസ്കാരം ഇത്തവണ എന്ന് പറയുന്നത് 2023 ലഭിച്ച ഏക ഇന്ത്യക്കാരൻ ആരാണ്? അപ്പോൾ ഈ മക്സസെ പുരസ്കാരം 2023 ലഭിച്ചത് ആകെ ടോട്ടലായിട്ട് 4 പേർക്കാണ് ലഭിച്ചത്. അതിൽ ഒരേ ഒരു ഇന്ത്യക്കാരനേ ഉള്ളൂ. അതാരാണ്? ഡോക്ടർ രവി കണ്ണൻ. ഒരേ ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ രവി കണ്ണനാണ് 2023 മക്സസെ പുരസ്കാരം ലഭിച്ച ഏക ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള 3 പേർ ആരൊക്കെയാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യക്കാരനെ എന്തായാലും പഠിച്ചിരിക്കുക. ബാക്കിയുള്ള 3 പേരുടെ പേരും കൂടെ ഞാൻ പറയാം, പറ്റുന്നവർ പഠിച്ചു വച്ചേക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആള് ഫിലിപ്പൈൻസിലെ സമാധാന പ്രവർത്തകയായിട്ടുള്ള പ്രൊഫസർ മിറിയം കൊറോണൽ ഫെറർ ആണ് കേട്ടോ. പ്രൊഫസർ മിറിയം കൊറോണൽ ഫെറർ എന്ന് പറയുമ്പോൾ അവരെവിടുത്തുകാരാണ്? ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ഫിലിപ്പൈൻസ് ആണ്. അപ്പോൾ ഫിലിപ്പൈൻസിലെ സമാധാന പ്രവർത്തകയാണ് പ്രൊഫസർ മിറിയം കൊറോണൽ ഫെറർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ വിദ്യാഭ്യാസ പ്രവർത്തകനായിട്ടുള്ള കോർവി രക്ഷന്ത് ആണ്. കോർവി രക്ഷന്ത് എവിടുത്തുകാരനാ? ബംഗ്ലാദേശുകാരനാണ്. കോർവി രക്ഷന്ത് ബംഗ്ലാദേശുകാരനാണ്. ദെൻ മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് കിഴക്കൻ തിമൂറിലെ പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ഉഗേനിയോ ലെമോസ് ആണ്. ഉഗേനിയോ ലെമോസ് എവിടുത്തുകാരനാണ്? കിഴക്കൻ തിമൂറുകാരനായ ഉഗേനിയോ ലെമോസ് ആണ് മൂന്നാമത്തെ ആൾ. അപ്പോൾ ഇങ്ങനെ ടോട്ടലായിട്ട് 4 പേർക്കാണ് ലഭിച്ചത്. മിറിയം കൊറോണൽ ഫെറർ, കോർവി രക്ഷന്ത്, ഉഗേനിയോ ലെമോസ്. അതിൽ നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള വ്യക്തി ആരാണ്? ഡോക്ടർ രവി കണ്ണനാണ്. അപ്പോൾ ഡോക്ടർ രവി കണ്ണൻ ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ. അപ്പം അദ്ദേഹം അസമിലെ സിൽച്ചറിൽ പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടറാണ് ചെന്നൈ സ്വദേശിയായിട്ടുള്ള രവി കണ്ണൻ. അപ്പോൾ രവി കണ്ണൻ എവിടുത്തുകാരനാണ്? ചെന്നൈ സ്വദേശിയാണ് രവി കണ്ണൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ പറയുന്ന മക്സസെ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 41 ലക്ഷം രൂപയാണ്. 41 ലക്ഷം രൂപയാണ് മക്സസെ പുരസ്കാരത്തിന്റെ സമ്മാന തുക. ഈ മക്സസെ പുരസ്കാരം ആരുടെ സ്മരണാർത്ഥമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഫിലിപ്പൈൻസിലെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള
രമൺ മക്സസെയുടെ സ്മരണാർത്ഥം. രമൺ മക്സസെ എവിടുത്തുകാരനാ? ഫിലിപ്പൈൻസ് അല്ലേ. അപ്പൊ ഫിലിപ്പൈൻസിലെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള രമൺ മക്സസെയുടെ സ്മരണാർത്ഥമാണ് മക്സസെ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. സമ്മാന തുക 41 ലക്ഷം രൂപ. 2023 എത്ര പേർക്ക് ലഭിച്ചു? 4 പേർക്ക് ലഭിച്ചു. അതിൽ 3 പേർ ആരൊക്കെയാണ്? മിറിയം കൊറോണൽ ഫെറർ, കോർവി രക്ഷത്, ഉഗേനിയോ ലെമോസ്. 4ാമത്തെ ആള് ഒരു ഇന്ത്യക്കാരനാണ്, ഡോക്ടർ രവി കണ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? അടുത്ത ചോദ്യം, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയുടെ പേരാണ് എന്ത്? എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. എന്താണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്? എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന പേരിൽ ആത്മകഥയുടെ മലയാള പരിഭാഷയും പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ ഈ വാക്ക് അപ്പ് ദ ഹിൽ വിൽ ലിവിങ് വിത്ത് ദ പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന് പറയുന്നതിന്റെ മലയാള പരിഭാഷ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ആത്മകഥയുടെ മലയാളം ട്രാൻസ്ലേഷനാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. ഇത് ആരുടേതാണ് ആത്മകഥ? പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെതാണ് എന്നതും കൂടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ഇനി മുതൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഓഗസ്റ്റ് 23-നാണ്. ഈ ഓഗസ്റ്റ് 23 ഏത് ദിനമായിട്ടാണ് ഇനി മുതൽ ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നാഷണൽ സ്പേസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ദേശീയ ബഹിരാകാശ ദിനം എന്നായിട്ടാണ് ആചരിക്കുന്നത് ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23-നാണ് ദേശീയ ബഹിരാകാശ ദിനം. എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് 23 ആഘോഷിക്കുന്നത്? ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ള ദിവസമാണ് ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത്. അപ്പോൾ ബംഗളൂരുവിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ, അതായത് ISTRAC, എന്താണിത്? ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ എത്തി ചന്ദ്രയാൻ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞരെ അഭിനന്ദിക്കവെയാണ് പ്രധാനമന്ത്രി എന്ത് ചെയ്തത്? നരേന്ദ്രമോദി ഈ ദിനാഘോഷം പ്രഖ്യാപിക്കുന്നത്. ഈ ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവശക്തി പോയിന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് ശിവശക്തി എന്ന് പറഞ്ഞാൽ? ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെയാണ് ശിവശക്തി പോയിന്റ് എന്ന് പറയുന്നത്. 2019 ഏത്? ചന്ദ്രയാൻ 2 ഉണ്ടായിരുന്നു അല്ലേ? ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത് 2019 ഇതുപോലെ ചന്ദ്രോപരിതലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീഴുകയാണ് ചെയ്തത് അല്ലേ? ചന്ദ്രയാൻ 2 2019 ചന്ദ്രന്റെ ഉപരിതലത്തിൽ തകർന്നു വീഴുകയാണ് ചെയ്തത്. ആ സ്ഥലത്തെ പറയുന്ന പേരാണ് തിരങ്ക. അപ്പൊ ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീണ പോയിന്റ് അറിയപ്പെടുന്നതാണ് തിരങ്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2008 ചന്ദ്രയാൻ 1 ഉണ്ടായിരുന്നു അല്ലേ? 2008 ചന്ദ്രയാൻ 1ന്റെ ഭാഗമായിട്ടുള്ള മൂൺ ഇമ്പാക്റ്റ് പ്രോബ് MIP മൂൺ ഇമ്പാക്റ്റ് പ്രോബ് പതിച്ച സ്ഥലം എന്താണ്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജവഹർ പോയിന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. 3ന്റെയും പേര് പഠിച്ചു വെച്ചേക്കാം. ഒന്ന് ശിവശക്തി പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലമാണ് ശിവശക്തി പോയിന്റ്. ഇനി എന്താണ് തിരങ്ക? 2019 ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീണ സ്ഥലമാണ് തിരങ്ക. ഇനി എന്താണ് ജവഹർ പോയിന്റ്? 2008 ചന്ദ്രയാൻ 1ന്റെ ഭാഗമായിട്ടുള്ള മൂൺ ഇമ്പാക്റ്റ് പ്രോബ് പതിച്ച സ്ഥലമാണ് ജവഹർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒക്ടോബർ 23 ബഹിരാകാശ ദിനം എന്നതും ഓർത്തിരിക്കുക.
അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കൺ, നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത്, ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രചാരണ നായകരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ മുൻ വർഷത്തെ പ്രചാരണ നായകൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്കജ് ത്രിപാഠി ആയിരുന്നു. പങ്കജ് ത്രിപാഠി ആയിരുന്നു മുൻപത്തെ പ്രചാരണ നായകൻ. ഇപ്പോൾ നിലവിൽ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൻ ഇ ബോർലോഗ് പുരസ്കാരം നേടിയത്, 2023 നോർമൻ ഇ ബോർലോഗ് പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ സ്വാതി നായക് ആണ്. ഡോക്ടർ സ്വാതി നായക്. അപ്പോൾ ഈ ഡോക്ടർ സ്വാതി നായക് എന്ന് പറയുന്നത് ആരാണ്? ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ദക്ഷിണേഷ്യയിലെ സീഡ് സിസ്റ്റം ആൻഡ് പ്രൊഡക്റ്റ് മാനേജ്മെന്റിന്റെ മേധാവിയാണ്. ഒഡീഷ സ്വദേശിനിയായിട്ടുള്ള സ്വാതി ഒഡീഷ സ്വദേശിനിയാണ്. അപ്പോൾ അവരാരാണ്? ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ദക്ഷിണേഷ്യയിലെ സീഡ് സിസ്റ്റം ആൻഡ് പ്രൊഡക്റ്റ് മാനേജ്മെന്റിന്റെ മേധാവിയാണ് സ്വാതി നായക് എന്ന് പറയുന്നത്. ഒഡീഷ സ്വദേശിയാണ്. നൊബേൽ ജേതാവും ഹരിത വിപ്ലവത്തിന്റെ മുഖ്യ ശില്പിയുമായ അമേരിക്കൻ കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ നോർമൻ ഇ ബോർലോഗിന്റെ സ്മരണാർത്ഥമാണ് എന്ത് ചെയ്യുന്നത്? ഈ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള നോർമൻ ഇ ബോർലോഗ് പുരസ്കാരം നേടുന്നത് ഡോക്ടർ സ്വാതി നായക് ആണ്. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ആണ് പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ആണ് പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാൽ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ആണ്. പുരസ്കാരം ഏർപ്പെടുത്തിയത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ആണ്. പുരസ്കാരം നൽകുന്നത് ആരാണ്? വേൾഡ് ഫുഡ് പ്രൈസ് ആണ് നൽകുന്നത്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ആണ് പുരസ്കാരം നൽകുന്നത്. ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 2 കോടി രൂപയിൽ അധികം വരും. ഓക്കെ, 2 കോടിയിൽ കൂടുതലാണ് ഈ നോർമൻ ഇ ബോർലോഗ് പുരസ്കാരത്തിന്റെ സമ്മാന തുക. അടുത്ത ചോദ്യം, US-ന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്ഥാനത്തു നിന്ന് പുറത്താക്കപ്പെട്ട ജനപ്രതിനിധി സഭാ സ്പീക്കർ ആരാണ്? US-ന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്ഥാനത്തു നിന്നും പുറത്താക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി സഭാ സ്പീക്കർ ഉണ്ടാവുന്നത്. ആളാരാണ്? കെവിൻ മെക്കാർത്തി ആണ് കേട്ടോ. കെവിൻ മെക്കാർത്തി. അപ്പോൾ യുക്രൈൻ ഉണ്ടല്ലോ, യുക്രൈനുള്ള സഹായം തുടരാൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി മെക്കാർത്തി രഹസ്യ ഉടമ്പടിയിൽ ഏർപ്പെട്ടു എന്ന ആരോപണത്തിന്റെ പേരിലാണ് ഈ റിപ്പബ്ലിക്കൻ കക്ഷിക്കാർ സ്വന്തം കക്ഷിയിൽപ്പെട്ട മെക്കാർത്തിയെ എന്ത് ചെയ്യുന്നത്? വിശ്വാസ വോട്ടെടുപ്പിൽ എതിർത്തിട്ട് വോട്ട് ചെയ്ത് പുറത്താക്കുന്നത്. 2023 ജനുവരിയിലാണ് നാൻസി പെലോസിയുടെ പിൻഗാമിയായ മെക്കാർത്തി സ്പീക്കർ ആയത്. ആരുടെ പിൻഗാമിയാണ്? നാൻസി പെലോസിയുടെ പിൻഗാമിയായിട്ടുള്ള മെക്കാർത്തി സ്പീക്കർ ആയത് ഏത് വർഷമാണ്? 2023 ജനുവരിയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പുതിയ സ്പീക്കർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മൈക്ക് ജോൺസൺ ആണ്. മൈക്ക് ജോൺസൺ ആണ് പുതിയ സ്പീക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിന്റെ 2022 മികച്ച കർഷകനുള്ള കർഷകോത്തമ അവാർഡ് നേടിയത് ആരാണ്? സംസ്ഥാന സർക്കാരിന്റെ 2022 മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം നേടിയത് ആര് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? KA റോയിമോൻ പുൽപ്പള്ളി ആണ് കേട്ടോ. KA റോയിമോൻ പുൽപ്പള്ളി. അപ്പോൾ മറ്റ് പുരസ്കാരങ്ങൾ നേടിയത് ആരൊക്കെയാന്നുള്ളത് അറിയണം അല്ലേ? അടുത്തത് കേര കേസരി എന്ന് പറയുന്ന പുരസ്കാരം. കേര കേസരി, കേരം എന്ന് വെച്ചാൽ എന്താണ്? തെങ്ങ് അല്ലെ? അപ്പൊ മികച്ച തെങ്ങ് കർഷകനുള്ള പുരസ്കാരമാണ് കേര കേസരി എന്ന് പറയുന്നത്. മികച്ച തെങ്ങ് കർഷകനുള്ള പുരസ്കാരമാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത്? കേര കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P. രഘുനാഥൻ.
പി രഘുനാഥനാണ്. അദ്ദേഹം പാലക്കാട് സ്വദേശിയാണ് കേട്ടോ. പി രഘുനാഥൻ പാലക്കാടിനാണ് കേരകേസരി പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം ലഭിച്ചത് കെ ടി ഫ്രാൻസിസിനാണ്. മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം കർഷകോത്തമ അവാർഡ് 2022 ലഭിച്ചത് KA റോയ്മോൻ പുൽപ്പള്ളി. കേരകേസരി ലഭിച്ചത്, മികച്ച തെങ്ങ് കർഷകനുള്ള കേരകേസരി ലഭിച്ചത് പി രഘുനാഥൻ പാലക്കാട്. മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം ലഭിച്ചത് KT ഫ്രാൻസിസ് ആണ്, കോഴിക്കോടാണ് സ്വദേശം. ഓക്കെ, അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ഓക്സിജൻ പാർക്കാണ് നിലവിൽ വരുന്നത് എവിടെയാണ്? പാളയമാണ് കേട്ടോ. തിരുവനന്തപുരത്തെ പാളയത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ തിരുവനന്തപുരം വികസന അതോറിറ്റി ആണ് 112 സെന്റ് വിസ്തൃതിയിൽ പാർക്ക് സ്ഥാപിക്കുന്നത്. ഈ പറയുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് സ്ഥാപിക്കുന്നത് ആരാണ്? തിരുവനന്തപുരം വികസന സമിതിയാണ്. തിരുവനന്തപുരം വികസന സമിതി. ഇനി വായു മലിനീകരണത്തിൽ നിന്നും നഗരത്തെ മുക്തമാക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ ഈ ഓക്സിജൻ പാർക്കിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വായു മലിനീകരണത്തിൽ നിന്നും മുക്തമാക്കുക നഗരത്തെ, നഗരത്തെ മുക്തമാക്കുക എന്നുള്ളതാണ് ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി 2023 ഒക്ടോബറിൽ ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാളയം തിരുവനന്തപുരം ആരും മറക്കരുത്. സംസ്ഥാനത്തെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം തിരുവനന്തപുരമാണ്. അടുത്തത്, എത്രാമത്തെ JC ഡാനിയൽ അവാർഡാണ് TV ചന്ദ്രന് ലഭിച്ചത്? TV ചന്ദ്രന് ലഭിച്ചത് എത്രാമത്തെ JC ഡാനിയൽ അവാർഡാണ് എന്ന് ചോദിച്ചാൽ 30ാമതാണ് കേട്ടോ. 30ാമത് JC ഡാനിയൽ അവാർഡാണ് TV ചന്ദ്രന് ലഭിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് ഏത്? ഈ JC ഡാനിയൽ പുരസ്കാരം എന്ന് പറയുന്നത്. ഇതിന്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഇതിന്റെ അവാർഡ്. അപ്പോൾ ഈ TV ചന്ദ്രൻ എന്ന് പറയുന്നത് എവിടുത്തുകാരനാണ്? തലശ്ശേരി സ്വദേശിയാണ് TV ചന്ദ്രൻ. ഇനി 2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KP കുമാരനാണ് കേട്ടോ. KP കുമാരനാണ് 2021 ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ രാജപ്രമുഖൻ ട്രോഫി നേടിയത് ആരാണ്? ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ രാജപ്രമുഖൻ ട്രോഫി നേടിയത് ആരാണ്? നടുഭാഗം ചുണ്ടൻ. അപ്പോൾ ഈ നടുഭാഗൻ ചുണ്ടൻ തുഴഞ്ഞത് ആരാണ്? നടുഭാഗം ചുണ്ടൻ തുഴഞ്ഞത് എന്ന് പറയുന്നത് UBC കൈനകരിയാണ് നടുഭാഗം ചുണ്ടൻ തുഴഞ്ഞത്. കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയോടുകൂടിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 2023 ജൂലൈ 3 പമ്പയാറ്റിലാണ് ഈ പറയുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം നടക്കുന്നത്. 2023 ജൂലൈ 3 പമ്പയാറ്റിൽ കേട്ടോ. പമ്പയാറ്റിലാണ് ഈ പറയുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം നടക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റിന്റെ 2023 പ്രസ് ഫ്രീഡം പുരസ്കാരം നേടിയത് ആരാണ്? ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റിന്റെ 2023 അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം പുരസ്കാരം നേടിയത് ആരാണ്? KK ഷാഹിനയാണ് കേട്ടോ. KK ഷാഹിന. അപ്പൊ നിലവിൽ ഔട്ട്ലുക്ക് മാഗസീനിൽ സീനിയർ എഡിറ്റർ ആയിട്ടുള്ള ഷാഹിന ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ മലയാളിയാണ്. ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യത്തെ മലയാളി കൂടിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം പുരസ്കാരം നേടുന്ന ആദ്യത്തെ മലയാളി കൂടിയാണ് KK ഷാഹിന എന്ന് പറയുന്നത്. ആക്രമണങ്ങളോ ഭീഷണികളോ തടവ് ശിക്ഷയോ നേരിടേണ്ടി വന്നിട്ടും പത്രസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിൽ അസാമാന്യ ധീരത പ്രകടിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും പ്രസിദ്ധീകരണങ്ങൾക്കും 1996 മുതൽ നൽകി വരുന്ന പുരസ്കാരമാണ് ഈ പറയുന്ന അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ UAPA എന്താണ്? അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത്. അൺലോഫുൾ
ആക്ടിവിറ്റീസ്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നുള്ളതാണ് UAPA എന്ന് പറയുന്നത്. അപ്പോൾ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം കുറ്റം ചുമത്തപ്പെട്ട രാജ്യത്തെ ആദ്യ പത്രപ്രവർത്തകരിൽ ഒരാളാണ് ആര്? ഷാഹിന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാര ജേതാക്കൾ 2022 പുരസ്കാര ജേതാക്കളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആരൊക്കെയാണ്, അവരുടെ ഇനം എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പഠിക്കണം. നോക്കാം. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മികച്ച കവിത എന്ന് പറയുന്നത് NG ഉണ്ണികൃഷ്ണന്റെ കടലാസു വിദ്യയാണ്. എങ്ങനെ ഓർക്കാം? കടലാസു വിദ്യ എന്നാണ് അല്ലേ. അപ്പൊ കടലാസിലാണ് നമ്മൾ കവിതയൊക്കെ എഴുതിയിട്ടുണ്ടാവുക അല്ലെ. കടലാസിലാണ് നമ്മൾ കവിത എഴുതുക എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. കടലാസിലാണ് നമ്മൾ കവിത എഴുതുക. അപ്പൊ കവിതയ്ക്കുള്ളത് NG ഉണ്ണികൃഷ്ണൻ, കടലാസു വിദ്യ. ഓക്കെ, ഇനി അടുത്തത് മികച്ച നോവൽ. മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് V ഷിനിലാൽ ആണ്. സമ്പർക്ക ക്രാന്തി. എങ്ങനെ ഓർക്കാം? നോവൽ സമ്പർക്കവുമായിട്ടൊന്ന് കണക്ഷൻ കൊടുക്കാം. അതായത് നോവൽ എന്ന് പറയുമ്പോൾ നമുക്ക് നോവൽ കൊറോണ എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ ഈ നോവൽ കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പർക്കം മുഖേനയാണ് ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. സമ്പർക്കം കൊറോണ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയാം. അപ്പോൾ നോവൽ മികച്ച നോവലിനുള്ളത് V ഷിൻലാലിലാണ്. സമ്പർക്ക ക്രാന്തി എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് മികച്ച ചെറുകഥയ്ക്ക് PF മാത്യൂസിനാണ്. മുഴക്കം എന്ന് പറയുന്ന ചെറുകഥയ്ക്കാണ് ലഭിക്കുന്നത്. മുഴക്കത്തിനാണ് മികച്ച ചെറുകഥ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഓർക്കാം? ഇപ്പൊ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് എന്താണ്, ഇടി മുഴങ്ങും അല്ലെ. അപ്പൊ ചെറുതായിട്ട് മുഴങ്ങും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ചെറുതായിട്ട് മുഴങ്ങും എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ചെറുകഥയ്ക്കുള്ള അവാർഡ് PF മാത്യൂസ്. മുഴക്കം എന്ന് പറയുന്ന കൃതിക്കാണ്. അടുത്തത് നാടകം. മികച്ച നാടകം എമിൽ മാധവിയാണ്. കുമരു എന്ന് പറയുന്ന നാടകം. ഓക്കെ, നാടകം ആരാണ്? മികച്ച നാടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മികച്ച നാടകത്തിനുള്ള അവാർഡ് ലഭിച്ചത് എമിൽ മാധവിക്കാണ്. കുമരു എന്ന് പറയുന്ന നാടകത്തിന് എമിൽ മാധവി, കുമരു. ദെൻ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ ലഭിക്കുന്നത് BRP ഭാസ്കറിനാണ്. BRP ഭാസ്കർ. ന്യൂസ് റൂം എന്ന് പറയുന്ന എന്താണ് ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥയ്ക്കാണ് BRP ഭാസ്കറിന് ലഭിക്കുന്നത്. ന്യൂസ് റൂം. അടുത്തത് വിവർത്തനത്തിനുള്ളത് ലഭിക്കുന്നത് V രവികുമാറിനാണ് കേട്ടോ. ബോദ്ലേർ എന്ന് പറയുന്ന കൃതിക്കാണ്, പരിഭാഷയ്ക്കാണ് വിവർത്തനത്തിന് ലഭിക്കുന്നത് V രവികുമാറിനാണ്. ബോദ്ലേർ എന്ന് പറയുന്ന കൃതിക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർക്കാം? നമ്മൾ ഈ വർത്തമാനമൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് ബോധം വേണമെന്ന് ഓർക്കാം, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യത്തില്ലേ. അപ്പോൾ വർത്താനമൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ബോധത്തോടെ വർത്താനം പറയണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഇനി അടുത്തത് വിശിഷ്ടാംഗത്വം ലഭിച്ചത് 2 പേർക്കാണ്. ഡോക്ടർ MM ബഷീറും N പ്രഭാകരനുമാണ് വിശിഷ്ടാംഗത്വം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നമ്മൾ പഠിച്ചു. മികച്ച കവിത കടലാസു വിദ്യ NG ഉണ്ണികൃഷ്ണൻ്റേത്. മികച്ച നോവൽ സമ്പർക്ക ക്രാന്തി V ഷിൻലാൽ. ചെറുകഥ മുഴക്കം PF മാത്യൂസ്. നാടകം എമിൽ മാധവി, കുമരു. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ BRP ഭാസ്കറിനാണ്. ന്യൂസ് റൂം എന്ന് പറയുന്ന കൃതിക്ക്. വിവർത്തനത്തിനുള്ളത് ലഭിക്കുന്നത് V രവികുമാറിനാണ്. ഓക്കെ, ബോദ്ലേർ എന്ന് പറയുന്ന വിവർത്തനം പരിഭാഷയ്ക്ക്. വിശിഷ്ടാംഗത്വം MM ബഷീറിനും N പ്രഭാകരനുമാണ് ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ V വേണു? സംസ്ഥാനത്തെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ V വേണു? 48ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് അല്ലെ. അപ്പോൾ ആന്ധ്രാപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി അല്ലെ. പുതിയ പോലീസ് മേധാവി ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് പുതിയ പോലീസ് മേധാവി എന്ന് പറയുന്നത് കേട്ടോ. പുതിയ പോലീസ് മേധാവി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. സംസ്ഥാനത്തെ എത്രാമത്തെ ചീഫ് സെക്രട്ടറി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? V വേണു. 48ാമത്തെ സെക്രട്ടറി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2023 ജൂൺ 21 നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വിഷയം എന്തായിരുന്നു? അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് യോഗ ഫോർ വസുധൈവ കുടുംബകം എന്നതാണ്.
അപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനം എന്നായിരുന്നു 2023 ജൂൺ 21 അതിൻ്റെ ദിനാചരണ വിഷയം എന്ന് പറയുന്നത് യോഗ ഫോർ വസുധൈവ കുടുംബകം എന്നതായിരുന്നു. അപ്പോൾ 9ാമത്തെ അന്താരാഷ്ട്ര ദിനാചരണമായിരുന്നു കേട്ടോ. 9ാമത്തെ അന്താരാഷ്ട്ര ദിനാചരണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്ന യോഗാഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പറയുന്ന അഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകിയത്. യോഗാഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രിയാണ്. എത്ര രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ 180 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുത്ത യോഗ ചടങ്ങ് എന്ന നിലയിൽ അത് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. 2023 ജൂൺ 21 നടന്നിട്ടുള്ള അന്താരാഷ്ട്ര യോഗാ ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ 180 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. 2014 ഡിസംബറിലാണ് ജൂൺ 21 എന്തായിട്ട് പ്രഖ്യാപിക്കുന്നത്? അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനമായി ജൂൺ 21 പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2014 ഡിസംബറിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രഖ്യാപിച്ചത് UN ആണ് കേട്ടോ. UN ആണ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ ആചരണം തുടങ്ങിയത് 2015 മുതലാണ് ദിനാചരണം തുടങ്ങി വന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയതിൻ്റെ 50ാം വാർഷികം 2023 ജൂൺ 24 ആത്മകഥയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയതിൻ്റെ 50ാം വാർഷികം എപ്പോഴായിരുന്നു? 2023 ജൂൺ 24 ആത്മകഥയുടെ പേരെന്താണ്? എന്താണ്? കവിയുടെ കാൽപ്പാടുകൾ. ഓക്കെ, മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ കഥയാണ്, ആത്മകഥയാണ് പറയുന്നത്. ഏതാണ്? കവിയുടെ കാൽപ്പാടുകൾ. കവിയുടെ കാൽപ്പാടുകൾ. 1973 ജൂൺ 24 മുതൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ഈ ആത്മകഥയുടെ പ്രസിദ്ധീകരണം തുടങ്ങുന്നത്. 1973 ജൂൺ 24 മുതലാണ് ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആത്മകഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. പിന്നെ ഇനി ബാക്കി അദ്ദേഹത്തിൻ്റെ രചനകളാണ് പറയുന്നത്. എന്നെ തിരയുന്ന ഞാൻ, എന്നെ തിരയുന്ന ഞാൻ എന്ന് പറയുന്നത്. അതുപോലെ നിത്യ കന്യകയെ തേടി, നിത്യ കന്യകയെ തേടി, നിത്യ കന്യകയെ തേടി, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ആത്മകഥകൾ ആണ് കേട്ടോ. എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി, അതുപോലെ തന്നെ പിന്നെന്താണ്? കവിയുടെ കാൽപ്പാടുകൾ. ഇതെല്ലാം P. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ്. എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി, P. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ. ഓക്കെ, P. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയതാണ് കവിയുടെ കാൽപ്പാടുകൾ. ഏതൊക്കെയാണ്? കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി എന്നിവയൊക്കെയാണ് P. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? K-Phone പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് കേട്ടോ. എത്ര ലക്ഷമാണ്? 20 ലക്ഷം. 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് K-Phone. K-Phoneന്റെ പൂർണ്ണരൂപം എന്താണ്? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. എന്താണ്? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നുള്ളതാണ് K-Phoneന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് എപ്പോഴാ? 2023 ജൂൺ 5. 2023 ജൂൺ 5 K-Phone പദ്ധതി നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 അല്ലെ? ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. അപ്പൊ 2023 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ദിനാചരണ വിഷയം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തുരത്തുക. എന്തായിരുന്നു? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തുരത്തുക. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തുരത്തുക എന്നതായിരുന്നു ഇത്തവണത്തെ 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ദിനാചരണ വിഷയം എന്ന് പറയുന്നത്. നെതർലാൻഡ്സിൻ്റെ സഹകരണത്തോടു കൂടി പശ്ചിമാഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ഐവറി കോസ്റ്റ് ആണ്. എവിടെയാണ്? ഐവറി കോസ്റ്റ് കേട്ടോ. ഐവറി കോസ്റ്റ് ആണ്
ഐവറി കോസ്റ്റ് ആണ് 2023 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥ്യം വഹിച്ചത്. എവിടെയാണ്? ഐവറി കോസ്റ്റിലാണ് കേട്ടോ. ഐവറി കോസ്റ്റ് 1973 ജൂൺ 5-നാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ, അതായത് UNEP-യുടെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ ദിനാചരണം. അപ്പോൾ 1973 ജൂൺ 5-നാണ് UNEP-യുടെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ ദിനാചരണം നടക്കുന്നത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇപ്പോൾ 2023 എത്രാമതാണ്? 50ാമത് ദിനാചരണം കൂടിയായിരുന്നു. 50ാമത് ദിനാചരണം. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമിച്ച അജയ് ലാംബയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷന്റെ അന്വേഷണ വിഷയം എന്താണ്? കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമിച്ച അജയ് ലാംബയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷന്റെ അന്വേഷണ വിഷയം എന്താണ്? മണിപ്പൂർ കലാപമാണ്. മണിപ്പൂർ കലാപം. അപ്പോൾ ഗോത്രേതര വിഭാഗമായിട്ടുള്ള മെയ്തി വംശജരുടെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുള്ള ഹൈക്കോടതി വിധിയും അത് നടപ്പിലാക്കുന്നതിനുള്ള സർക്കാർ നീക്കത്തിലും പ്രതിഷേധിച്ച് കുക്കി ഗോത്രവർഗക്കാർ നടത്തിയ പ്രതിഷേധവുമാണ് വംശീയ കലാപമായിട്ട് പരിണമിച്ചത്. ഗുവാഹട്ടി ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആണ് അജയ് ലാംബ. എവിടെ നിന്നുമാണ്? ഗുവാഹട്ടി ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ചിട്ടുള്ള ആളാണ് അജയ് ലാംബ. ഹിമാൻഷു ശേഖർദാസ്, പ്രഭാകർ അലോക എന്നിവരാണ് കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അജയ് ലാംബ എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആണ് ഗുവാഹട്ടിയിലെ. പിന്നെ വരുന്നതാണ് ഹിമാൻഷു ശേഖർദാസറും അതുപോലെ തന്നെ പ്രഭാകർ അലോകയും. ഹിമാൻഷു ശേഖർദാസും പ്രഭാകർ അലോകയുമാണ് കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കേരളം സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് എപ്പോഴാണ്? കേരളം സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 2023 മെയ് 25-നാണ് കേട്ടോ. 2023 മെയ് 25. അപ്പോൾ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണം സുതാര്യവും കാര്യക്ഷമമാക്കുകയാണ് എന്തിൻ്റെ ലക്ഷ്യം? സമ്പൂർണ്ണ ഗവേണൻസിൻ്റെ ലക്ഷ്യം. സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണം സുതാര്യവും കാര്യക്ഷമമാക്കുകയുമാണ് സമ്പൂർണ്ണ ഗവേണൻസിൻ്റെ ലക്ഷ്യം എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്